എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം തിരുതാളി വീട്ടിൽ നമ്മുടെ സജി സാറാണുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ സാറ് നമുക്കൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. ഈ വർഷം നമുക്ക് ഉൽപ്പാദനത്തിൽ വളരെയധികം കുറവായി നേടുന്നുണ്ട് ഏലകൃഷിയിൽ. പക്ഷെ വരും വർഷങ്ങളിൽ എങ്ങനെ ഉൽപ്പാദനം തിരിച്ചു പിടിക്കാം എന്നാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. നമസ്കാരം സാർ. നമ്മുടെ ഒരു ആശയം മനസ്സിലായല്ലോ, അതിന് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരിക. ഈ വർഷം അധികമായ മഴ, കാലം തെറ്റിയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അങ്ങനെ ഈ വർഷം അഴുകൽ രോഗബാധകൾ, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉൽപ്പാദനം വളരെ 1/3 കുറഞ്ഞു പോയി. ചെടിയെല്ലാം വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ്. നമുക്ക് വരുന്ന വർഷത്തേക്ക് ഇവനെ ഒന്ന് ഊർജ്ജസ്വലമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, ഞാൻ സാധാരണ അനുവർത്തിക്കാറുള്ളൊരു കാര്യം, ഈ രണ്ടാമത് വിളവെടുപ്പിന് ശേഷം, രണ്ടാമതല്ലേ മൂന്നാമത് വിളവെടുപ്പ്, ഒക്ടോബർ നവംബർ മാസത്തിലെ വിളവെടുപ്പോടുകൂടി, മൂന്നാമത് വിളവെടുപ്പോടുകൂടി ഏകദേശം ഒരു 80% കാത്തിരും. അന്നേരം നമ്മൾ പൂർണ്ണമായിട്ടും വള്ളികൾ അറുത്ത് മാറ്റുകയാണ്. പിന്നീട് 3 വിളവെടുപ്പുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം വരെ 3 വിളവെടുപ്പുണ്ട്. പക്ഷേ നമുക്ക് ഒരു 30% താഴെ ആദായം മാത്രമേ ലഭിക്കാറുള്ളൂ. നമ്മളത് നോക്കാതെ ചെടിയുടെ മുതുതട്ടകളും ശരങ്ങളും പൂർണ്ണമായിട്ട് വറുത്ത് മാറ്റുക. ജൈവവളവും രാസവളവും മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ 3 റൗണ്ട് പ്രയോഗിക്കുക. ഡ്രഞ്ച് ചെയ്യുക. ധാരാളം ജൈവവളം കൊടുക്കുക. ഈ പച്ചച്ചാണകം ഉപയോഗിക്കാം, സ്ലറി ഉപയോഗിക്കാം. ഈ വള്ളി അറുത്ത് മാറ്റി കഴിയുമ്പോൾ ചെടിക്ക് ഫലം പുറപ്പെടുവിക്കാനുള്ളൊരു വേദി നഷ്ടപ്പെടുവാണ്. അന്നേരം അടുത്തത് അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വരും തലമുറ ചിമ്പുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിമ്പ് വർദ്ധിക്കും. നമുക്ക് ഈ വള്ളി അറുത്ത് മാറ്റി ഒരു 3 റൗണ്ട് വളപ്രയോഗം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 60ഓളം ചിമ്പുകൾ നമുക്ക് വരുന്ന ഒരു മെയ് മാസത്തിലാകുമ്പോഴത്തേക്കും ഉൽപ്പാദനക്ഷമമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാം. ഉൽപ്പാദനം കുറഞ്ഞ ചെടിയെ മുട്ടയടിക്കുക, വള്ളി മുതുതട്ടകൾ, ചീഞ്ഞ എല്ലാ വേസ്റ്റ് സാധനങ്ങളും മുറിച്ച് മാറ്റുക. ഒരു ഓരാണ്ടൻ ചെടിയുടെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അവനെ പരിവർത്തനം ചെയ്യുകയാണ്. അതാണ് ഈ ചിമ്പ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരുന്നതല്ലേ. അതെ, നമ്മളെ ഇപ്പോഴത്തെ 2 വിളവെടുപ്പിൻ്റെ നഷ്ടം നോക്കാതെ നമ്മളിപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തിൽ ഇതിൻ്റെ വള്ളി മുഴുവൻ അറുത്ത് മാറ്റി ചെയ്താൽ വളരെ റിസൾട്ട് കിട്ടും. പക്ഷേ ഈ കവാത്ത് രീതിയുടെ ഒരു പ്രശ്നം വെച്ചിട്ടാണല്ലോ ഈ അകത്ത് കുറ്റി നിന്നിട്ട് പിന്നെ പുറത്തോട്ട് തട്ട പോയിക്കൊണ്ടിരിക്കുന്നത് ചിമ്പടിച്ച്. അപ്പോൾ അതിനെന്തായിരിക്കും സൊല്യൂഷൻ? അകത്തോട്ട് തന്നെ വരാൻ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 2-3 വർഷമൊക്കെ ആയി അകത്ത് ഗ്യാപ്പ് വരികയും പുറം സൈഡിലേക്ക് ചെടി വളരുകയും ചെയ്യുമ്പോൾ ഈ കിഴങ്ങെടുക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. വീതി കുറഞ്ഞ തൂമ്പായിക്ക് കുത്തിക്കളച്ച് ആ വേസ്റ്റ് എടുത്ത് കളഞ്ഞേച്ച് മണ്ണിട്ട് മൂടി അവിടെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പിന്നെയും ഫ്രഷായിട്ട് ചിമ്പുകൾ വരികയും ചെടി പുതുതാവുകയും ചെയ്യാറുണ്ട്. ഇപ്പം ലായനി എന്നൊക്കെ പറഞ്ഞ് ഇത് ദ്രവിപ്പിച്ച് കളയാവുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതും എൻ്റെ അനുഭവത്തിൽ അത്ര ഒരു 100% റിസൾട്ട് കിട്ടുന്നില്ല. അത് ഉപയോഗിക്കുകയാണല്ലോ കുറച്ച് തവണ നമ്മൾ ഉപയോഗിക്കണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലായനി ആ കിഴങ്ങ് ദ്രവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും പ്രയോഗിക്കാം. പക്ഷേ ഈ കവാത്ത് ടോപ്പിൽ വെച്ച് മുറിച്ച് കളയില്ലേ, ഈ തട്ടം ലെങ്ത് കൂട്ടി വെച്ചിട്ട്, അതും സക്സസ് അല്ലേ ഇതുപോലെ? അത് ഈ സൂര്യപ്രകാശത്തിൻ്റെ ആകിരണത്തിനനുസരിച്ച് ഇളം ചിമ്പുകൾ കൂടുതലായിട്ട് വളർന്നു വരാനൊരു സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കവാത്ത് ചോട വെട്ടാതെ നമുക്ക് തട്ട മുകളിൽ വെച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത് ചീഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒരു സംസാരമുണ്ട്. അത് ചോദിച്ചത്, അത് ആ തായ്തട്ടയിലെ ജലാംശം ആ പുതിയ തട്ടയ്ക്ക് ഒരു സപ്പോർട്ട് നൽകി അടുത്ത സീസൺ ആരംഭം വരെ അത് ഒരു സപ്പോർട്ടായിട്ട് നിന്നോളും. അപ്പോൾ അതും നല്ല രീതിയാണ്. നല്ല രീതിയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നന്ദി സാർ ഈ ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. ഓക്കെ.